ഗോവിന്ദച്ചാമി പുറത്തു ചാടിയ മണിക്കൂറുകൾ നമ്മൾ എന്തുകൊണ്ട് ഏറെ പേടിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയായിരുന്നു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ മുൻ എസ് ഐ അഷ്റഫ് സാർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ അങ്ങേയറ്റം ലൈംഗിക വൈകൃതമുള്ള ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും ക്രിമിനലായിരുന്നു. അയാൾ പുറത്തിറങ്ങാൻ ഒരിക്കലും പാടില്ലായിരുന്നു. ഇപ്പോൾ ദീപക് ധർമ്മൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ഡി ഈ പറഞ്ഞതുപോലെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മോണിറ്ററിംഗ് സെന്ററിൽ ആളില്ല, അവിടെ ആളുണ്ടായിരുന്നില്ല എന്ന് ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്ന് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് ഇലക്ട്രിക് ഫെൻസിംഗ്, അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടെന്നും അതിലെ വൈദ്യുതി പ്രവാഹിക്കില്ലെന്നും ഇയാൾ എങ്ങനെ അറിഞ്ഞു എന്ന രണ്ടാമത്തെ ചോദ്യം. അതിനപ്പുറത്തേക്ക് കഞ്ചാവും മദ്യവും മൊബൈൽ ഫോണും അടക്കം സുലഭമായി ജയിലിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന ചോദ്യം. അങ്ങനെ സുരക്ഷാ വീഴ്ചയുടെ ഒരു ചോദ്യ പരമ്പര തന്നെയുണ്ട്. ടി സുഹൈൽ, ഇതിൽ 24 തന്നെയായിരുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. കഞ്ചാബ് ഷിഹാബ് എന്ന മറ്റൊരു സഹതടവുകാരൻ ഈ ജയിൽ ചാടുന്നതിന് മുൻപ് നൽകിയിരുന്നു, വൈകിട്ടോടുകൂടി നൽകിയിരുന്നു. രാത്രി കഞ്ചാവ് നല്ലപോലെ വലിച്ചു, അതിൻ്റെ ആവേശവും ശക്തിയും ഉണ്ടായിരുന്നു. ആ ശക്തിയിലാണ് ജയിൽ ചാടിയത് എന്ന് പോലീസിന് തന്നെ ഈ പറഞ്ഞ ഗോവിന്ദച്ചാമി മൊഴി നൽകിയതാണ്. ആ മൊഴി ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് കൃത്യമായി ആ മൊഴി ചോദ്യം ചെയ്യൽ വേളയിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ ഫെൻസിങ്, ഇലക്ട്രിക്കൽ ഫെൻസിങ് എങ്ങനെ മറികടന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഈ ഗോവിന്ദച്ചാമി പറഞ്ഞത് ഇലക്ട്രിക്കൽ ഫെൻസിങ് വർക്ക് ചെയ്യുന്നുണ്ടാകില്ല എന്ന് എനിക്ക് നേരത്തെ തോന്നി. പക്ഷേ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഞാനൊരു പ്ലാസ്റ്റിക് കവറ്, ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറ് ആദ്യം വെച്ച് നോക്കി, അതുകൊണ്ട് പതുക്കെ തൊട്ട് നോക്കി. അപ്പോൾ അതിൽ ഇലക്ട്രിക് പ്രവഹിക്കുന്നില്ല, വൈദ്യുതി പ്രവാഹം ഇല്ലെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഈ ജയിലിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാം എന്നുള്ളത് തന്നെയാണ് ഈ ഗോവിന്ദച്ചാമിയുടെ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം കുറച്ച് വർഷങ്ങളായി അദ്ദേഹം അവിടെയുണ്ട്. മാത്രവുമല്ല, മറ്റൊരു മൊഴി കൂടി അതിൽ നിർണായകമാണ്. ജയിലിൽ സ്വാധീനമുള്ള തടവുകാരുടെ ഇഷ്ടക്കാരനായി മാറാൻ ഞാൻ ശ്രമിച്ചു. മാത്രവുമല്ല, ഇതിൽ നിർണായകമായൊരു ടെലിഫോൺ കോൾ ഉണ്ട്. അതായത് ഈ ജയിൽ ചാടുന്നതിന് ദിവസങ്ങൾ മുൻപ് പാലക്കാട്ടേക്ക് ഷെൽവം എന്ന ആൾ, അയാൾ തമിഴ്നാട് സ്വദേശിയാണ്, അയാളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അതായത് ജയിലിലുള്ള മറ്റൊരു സഹതടവുകാരൻ്റെ കള്ളഫോണിൽ നിന്നും അനധികൃതമായി ജയിലിനകത്ത് സെല്ലിൽ ഉപയോഗിച്ച ഫോൺ വെച്ച് വിളിച്ചു. ഇതും മൊഴി നൽകിയിട്ടുണ്ട്. ഇതും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ, സുരക്ഷാ വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെ കണ്ണൂർ ജയിലിലെ 10ാം ബ്ലോക്കിൽ നടന്നു. അതിൽ ഈ ഉദ്യോഗസ്ഥർ സർക്കാരിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ വീഴ്ച വരുത്തി. പക്ഷേ ആ വീഴ്ചയെ മറച്ചു വയ്ക്കാൻ അവർ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പക്ഷേ അതും തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് വസ്തുത. സുഹൈൽ, എന്തായാലും ബുദ്ധി കൂടി പോയതാണ് ഗോവിന്ദച്ചാമിയുടെ പ്രശ്നം. പക്ഷേ ക്രിമിനൽ ബ്രെയിൻ ആണെന്ന് മാത്രം. എന്തായാലും സുരക്ഷാ വീഴ്ചയുടെ നിർണായക ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.